നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയ്യപ്പന്റെ മറിമായങ്ങൾ. ഇന്നലെയും ഇന്നും നാളെയും CPM വിശ്വാസികൾക്കൊപ്പം തന്നെയെന്ന MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് കോൺഗ്രസിനെ ചാടി. തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപിൽ വന്നതോടെ CPM ഇപ്പോൾ അയ്യപ്പനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. പഴയതെല്ലാം മാറുകയാണ്. CPM എന്നും വിശ്വാസികൾക്കൊപ്പമാണെന്ന് MV ഗോവിന്ദന്റെ പ്രഖ്യാപനം വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ലല്ലോ മുൻപ് നിങ്ങൾ പറഞ്ഞിരുന്നത് എന്ന ചോദ്യവും ഉയരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനം കഴിഞ്ഞുപോയ അധ്യായമാണെന്നാണ് പറഞ്ഞതെന്നും അടഞ്ഞ അധ്യായം എന്നല്ല എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. ചെമ്പഴന്തിയിൽ അജയൻ രക്തസാക്ഷി ദിനാചരണത്തിൽ സംസാരിച്ചപ്പോഴായിരുന്നു MV ഗോവിന്ദന്റെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ. വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ ചെറുക്കാനാണ് ശ്രമം. അതിന്റെ ഭാഗം കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അല്ലാതെ ചിലർ പറയുന്നത് പോലെ വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കാനല്ല എന്നും അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണയുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും മൃഗീയമായ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് നൽകുന്ന സംരക്ഷണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്ത്രീവിരുദ്ധ നിലപാടിനെതിരായി കേരളം ശക്തമായി പ്രതികരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കുട്ടി മാനസികാവസ്ഥ തെറ്റിയ നിലയിലാണ് എന്ന് ആ പെൺകുട്ടിയെ നേരിൽ കണ്ട മാധ്യമ പ്രവർത്തക വരെ പറഞ്ഞു. കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. സസ്പെൻഷൻ ഉൾപ്പെടെ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇതേക്കുറിച്ച് നല്ല ധാരണ ജനങ്ങൾക്കുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണെന്നും അതിന് രാജ്യത്തിന്റെ നല്ല അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നുമായിരുന്നു MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെ പേരാണ് വർഗീയത. ഇത്തരം വർഗീയവാദികൾക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികൾക്കൊപ്പമാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാനില്ല എന്നും യുവതീ പ്രവേശനം അധ്യായമേ വിട്ടുകളഞ്ഞതാണെന്നുമായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞത്. അതേസമയം ശബരിമലയിലെ യുവതി പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. അത്തരത്തിൽ പറഞ്ഞൊഴിയുന്ന CPM നേതൃത്വം അയ്യപ്പ ഭക്തരെ വീണ്ടും അപമാനിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഭക്തരോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പമ്പയിലെ സമ്മേളനത്തിന് മുൻപ് ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ശബരിമല അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഭക്തരെ കബളിപ്പിക്കാനാണ് CPM ശ്രമം. അത്തരം ശ്രമങ്ങൾ ഒന്നും ഇനി വിലപ്പോവില്ല. ദേവസ്വം ബോർഡ്, സർക്കാരും CPM-ഉം ഇപ്പോൾ കാട്ടുന്നത് ആത്മാർത്ഥമായ ശ്രമമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴുള്ള മുതലെടുപ്പ് രാഷ്ട്രീയം മാത്രമാണ്. CPM-ന്റെ ഈ അവസരവാദ രാഷ്ട്രീയം മുഴുവൻ ഹിന്ദു വിശ്വാസികൾക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമല യുവതീ പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് MV ഗോവിന്ദന്റെ പ്രസ്താവന തെറ്റാണ്. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ എന്നും ഉണങ്ങാത്ത മുറിവാണ് 2018-ൽ CPM-ഉം LDF സർക്കാരും ഉണ്ടാക്കിയത്. ശബരിമലയുടെ പരിപാവനത കളങ്കപ്പെടുത്തുകയും ഭക്തരുടെ വികാരത്തെ ചവിട്ടിമെതിക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ ഭൂതകാലം ഒരു വിശ്വാസിയും ഒരിക്കലും മറക്കുകയില്ല, പൊറുക്കുകയുമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള CPM-ന്റെ തന്ത്രം മാത്രമാണ് ഇപ്പോഴത്തെ ഈ പ്രസ്താവനകളും നിലപാടും. പറയുന്ന വാക്കിനോട് CPM-ന് ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പമ്പയിലെ സമ്മേളനത്തിന് മുൻപ് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകണം. മാത്രമല്ല, നാമം ജപിച്ച് പ്രതിഷേധിച്ചതിന്റെ പേരിൽ സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളും പിൻവലിച്ച് ഭക്തർക്ക് നീതി നൽകണം. CPM-ന്റെ സഹായത്തോടെയാണ് ബിന്ദു അമ്മിണിയെയും കൂട്ടരെയും ശബരിമലയിൽ പ്രവേശിപ്പിച്ച് ആചാര ലംഘനം നടത്തിയത്. രഹന ഫാത്തിമ അടക്കമുള്ളവരെ മലയിലേക്ക് എത്തിച്ചതും CPM-ആണ്. CPM നേതാക്കളുടെ അക്കാലത്തെ വിദ്വേഷ പ്രസംഗങ്ങൾ അയ്യപ്പ വിശ്വാസികൾ മറക്കില്ല. പമ്പയിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നത് ഭക്തർക്ക് വേണ്ടിയുള്ള സംഗമമല്ല, CPM-ന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് സംഗമം മാത്രമാണ്. CPM-ന്റെ ഈ മുതലെടുപ്പ് തിരിച്ചറിഞ്ഞ് ഭക്തർ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നും BJP വ്യക്തമാക്കി. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിൽ ഗ്ലോബൽ ബ്രാഹ്മിൺ കൺസോർഷ്യം പങ്കെടുക്കും. ദേവസ്വം മന്ത്രിയുടെ ക്ഷണമനുസരിച്ചാണ് തീരുമാനമെന്നും സർക്കാർ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് സ്വാഗതാർഹമാണെന്നും ഗ്ലോബൽ ബ്രാഹ്മിൺ കൺസോർഷ്യം ഭാരവാഹികൾ അറിയിച്ചു. രാഷ്ട്രീയത്തിനുപരിയായി ശബരിമലയുടെ പുരോഗതിക്ക് പ്രവർത്തിക്കുമെന്ന ദേവസ്വം പ്രസിഡന്റിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതായി ഗ്ലോബൽ ബ്രാഹ്മിൺ കൺസോർഷ്യം ഭാരവാഹികൾ അറിയിച്ചു.
പാലക്കാട് കൽപ്പാത്തി അയ്യപ്പ ഭക്ത സംഘത്തിന്റെ പ്രതിനിധികളും സംഗമത്തിൽ പങ്കെടുക്കും. സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് NSSും വ്യക്തമാക്കിയിരുന്നു. പരിപാടിയിലേക്ക് പ്രതിനിധിയെ അയക്കാനാണ് NSSന്റെ തീരുമാനം. രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കരുത് എന്ന ആവശ്യം അംഗീകരിച്ചതിനെ NSS സ്വാഗതം ചെയ്യുകയായിരുന്നു. നേരത്തെ ഉപാധികളോടെ ആഗോള അയ്യപ്പ സംഗമത്തെ NSS പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. NSSന് പിന്നാലെ SNDPയും ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണോ എന്നതിൽ UDFൽ തീരുമാനമായിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ നേരിട്ടെത്തി ക്ഷണിക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം സർക്കാർ ശബരിമലയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് M. നന്ദകുമാർ, VC അജികുമാർ എന്നീ വ്യക്തികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അയ്യപ്പ സംഗമം ഹൈന്ദവ ആരാധനാലയ നിയമത്തിന്റെ ലംഘനമാണെന്നും അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ മതേതരത്വ കടമകളിൽ നിന്ന് മാറുന്നുവെന്നുമാണ് ഹർജിക്കാരുടെ വാദം. ദേവസ്വം ബോർഡ് അധികാരപരിധി ലംഘിച്ച് പ്രവർത്തിക്കുന്നു എന്ന ആരോപണവും ഹർജിയിലുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപണം ഉന്നയിച്ചിരുന്നു. ആഗോള അയ്യപ്പ സംഗമം UDF ബഹിഷ്കരിക്കില്ലെന്നും ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയ ശേഷം ക്ഷണിച്ചാൽ അപ്പോൾ നിലപാട് പറയുമെന്നും VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം പിൻവലിക്കൽ, ആചാര സംരക്ഷണത്തിനായുള്ള സമരങ്ങൾക്കെതിരായ കേസ് പിൻവലിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ മറുപടി പറയണമെന്ന് UDF നിലപാട് വാർത്താസമ്മേളനത്തിൽ VD സതീശൻ വ്യക്തമാക്കിയത്. അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കുമെന്നോ ബഹിഷ്കരിക്കുമോ എന്നും പറയാതെ സർക്കാരിന് മുന്നിലേക്ക് ചോദ്യങ്ങൾ ഇട്ടുള്ള നിലപാടാണ് UDF സ്വീകരിച്ചിരിക്കുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഒരുപാട് ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി നൽകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് നേരെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെല്ലാം മറുപടി പറയാൻ സർക്കാർ തയ്യാറാകുമോ, ദേവസ്വം ബോർഡ് തയ്യാറാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.